കന്നി അംഗത്തിന്റെ വിജയം പങ്കിടാൻ മിവയ്ക്കൊപ്പം ഷഹബാസിന്റെ അദൃശ്യമായ സാന്നിധ്യവും ഉണ്ടാവും. മിവ ജോളിക്കൊപ്പം ഷഹബാസ് മാത്രമല്ല, നീതിക്കും മാറ്റത്തിനും വേണ്ടി നിലകൊള്ളുന്ന ഒരു കൂട്ടം ജനത തന്നെയുണ്ട്. ഈ വിജയം മിവയ്ക്ക് മാത്രമല്ല, ഷഹബാസിനും കൂടി അർഹതപ്പെട്ടതാണ്. എറണാകുളം വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്തിലെ ഇടത്തല ഡിവിഷനിൽ നിന്ന് കന്നി അംഗം വിജയിച്ച മിവയുടെ വിജയത്തിന് പിന്നിൽ ഷഹബാസിന്റെ സാന്നിധ്യമുണ്ടെന്ന് ഉറപ്പാണ്. LDFന്റെ സിറ്റിംഗ് സീറ്റ് വൻ ഭൂരിപക്ഷത്തോടെ മിവ നേടിയെടുത്തപ്പോൾ ഷഹബാസിന്റെ ആത്മാവും സന്തോഷിക്കുന്നുണ്ടാവും. LDFന്റെ സിറ്റിംഗ് സീറ്റായ ഇടത്തല ഡിവിഷനിൽ CPI സ്ഥാനാർത്ഥി സാജിദ ഹുസൈനെതിരെ 5114 വോട്ട് നേടിയാണ് മിവ കളം നിറഞ്ഞത്. മലയാളികൾ ഷഹബാസിനെ മറക്കാനിടയില്ല. താമരശ്ശേരിയിലെ റാഗിംഗ് കേസിൽ ജീവൻ നഷ്ടപ്പെട്ട ഷഹബാസിന്റെ കുടുംബത്തിന് വേണ്ടി ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഏറ്റെടുക്കാൻ ധൈര്യമില്ലാതിരുന്ന നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം നയിച്ച ഒരേയൊരു വ്യക്തി മിവ ജോളിയായിരുന്നു. അന്ന് ഷഹബാസിന്റെ മാനസികമായി തളർന്ന കുടുംബത്തിന് ഒരു പാർട്ടിക്കാരി എന്നതിലുപരി താങ്ങായും തണലായും മിവ നിലകൊണ്ടു. ഈ സ്നേഹബന്ധവും വിശ്വാസവുമാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ മിവയ്ക്ക് ഏറ്റവും വലിയ കൈത്താങ്ങായത്. കന്നി അംഗത്തിന് കെട്ടിവെക്കാനുള്ള തുക ഇല്ലാതിരുന്ന മിവയെ കൈപിടിച്ച് വീണ്ടും മുന്നോട്ട് കൊണ്ടുപോയത് ഷഹബാസിന്റെ പിതാവ് ഇക്ബാലായിരുന്നു. തെരഞ്ഞെടുപ്പ് പത്രിക സമർപ്പിക്കാൻ തൊട്ടു മുൻപ് താമരശ്ശേരിയിൽ നിന്ന് കൊച്ചിയിലേക്ക് നേരിട്ടെത്തിയാണ് അദ്ദേഹം മിവയ്ക്ക് വേണ്ടി തെരഞ്ഞെടുപ്പിൽ കെട്ടിവെക്കാനുള്ള തുക നൽകിയത്. ഒരു അനുജനെ നഷ്ടപ്പെട്ട വേദനയോടെയാണ് താൻ ആ കുടുംബത്തോടൊപ്പം നിന്നതെന്നും ഇനിയും ഇരകളുടെ ശബ്ദമായി താൻ മുന്നിലുണ്ടാകുമെന്നും മിവ അന്ന് പ്രതികരിച്ചിരുന്നു. ഈ വൈകാരികമായ പിന്തുണയോടെയാണ് മിവ ജോളി എടത്തല ഡിവിഷനിൽ വൻ ഭൂരിപക്ഷത്തോടെ വിജയം ഉറപ്പാക്കിയത്. ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. സ്ഥാനാർത്ഥി നിർണയത്തിൽ യുവത്വത്തെ പരിഗണിച്ചുകൊണ്ട് കോൺഗ്രസ് പാർട്ടി കൊണ്ടുവന്ന തലമുറ മാറ്റം ഏറെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു. LDF സ്ഥിരമായി വിജയിച്ചിരുന്ന സിറ്റിംഗ് സീറ്റിൽ KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായ മിവയെ സ്ഥാനാർത്ഥിയാക്കിയത് കോൺഗ്രസിന്റെ ഈ പുതിയ രാഷ്ട്രീയ സമീപനത്തിന്റെ വിജയമാണ്. തന്റെ ഉറച്ച നിലപാടുകളാണ് ജനങ്ങൾക്ക് നൽകാനുള്ളതെന്നും വാഗ്ദാനങ്ങളെക്കാൾ പ്രവൃത്തിയിലാണ് വിശ്വസിക്കുന്നതെന്നും മിവ പറഞ്ഞിരുന്നു. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വളർന്നു വന്ന മിവ ജോളിയുടെ രാഷ്ട്രീയ ജീവിതം ശ്രദ്ധേയമാകുന്നത് സമരമുഖങ്ങളിലെ അവരുടെ ഉറച്ച സാന്നിധ്യം കൊണ്ടാണ്. ഇടതുപക്ഷ ചിന്താഗതിയുള്ള കുടുംബത്തിൽ നിന്നുള്ള മിവയുടെ കോൺഗ്രസിലേക്കുള്ള വരവ് എളുപ്പമായിരുന്നില്ല. എങ്കിലും കലാലയ രാഷ്ട്രീയത്തിൽ സജീവമായി അവർ KSUവിന്റെ അമരത്തേക്കെത്തി. 2023 മുഖ്യമന്ത്രി പിണറായി വിജയനെ കരിങ്കൊടി കാട്ടിയ വിഷയത്തിൽ മിവയെ കോളറിൽ പൊക്കിയെടുത്ത പുരുഷ പോലീസ് ഉദ്യോഗസ്ഥന്റെ നടപടി വലിയ വിവാദമായിരുന്നു. പിന്നീട് അങ്ങോട്ട് രാഷ്ട്രീയ സമരവേദികളിലെ ഉറച്ച സാന്നിധ്യമായിരുന്നു മിവ. ഭാരത് ജോഡോ യാത്രയ്ക്കിടെ രാഹുൽ ഗാന്ധിയെ നേരിൽ കാണാൻ സുരക്ഷാ ഉദ്യോഗസ്ഥരെ വെട്ടിച്ച് ഓടിയെത്തി അദ്ദേഹത്തിനൊപ്പം നടന്ന് ഉമ്മ നൽകി മടങ്ങിയ ആ രംഗം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. രാഹുൽ ഗാന്ധിയോടുള്ള ഈ വൈകാരിക അടുപ്പവും ശക്തമായ നിലപാടുമാണ് മിവയെ പിന്നീട് KSUവിന്റെ സംസ്ഥാന നേതൃത്വത്തിലേക്ക് എത്തിച്ചത്. UDFന് അനുകൂലമായ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന സൂചനകൾ വളരെ വ്യക്തമാണ്. ഇത്തവണ മുതൽ കേരളം കോൺഗ്രസിനൊപ്പം സഞ്ചരിക്കാനാണ് സാധ്യത തെളിയുന്നത്. ജനവിധി ഇപ്രകാരമായിരിക്കെയാണ് തോൽവി ഉറപ്പായതിന്റെ ജാള്യതയിൽ MM മണിയെ പോലുള്ള ഇടതു നേതാക്കൾ നടത്തിയ വിവാദ പരാമർശങ്ങൾ ശ്രദ്ധേയമാവുന്നത്. തങ്ങൾക്ക് വോട്ട് ചെയ്യാതിരുന്ന ജനങ്ങളെ പെൻഷൻ വാങ്ങി തിന്നിട്ട് ഇടതിനെ തഴഞ്ഞുവെന്ന് ആക്ഷേപിച്ചുള്ള പരാമർശം ഇടത് പാർട്ടികളുടെ ജനങ്ങളോടുള്ള മനോഭാവമാണ് വ്യക്തമാക്കുന്നത്. ജനങ്ങളുടെ പിന്തുണ നഷ്ടമായപ്പോൾ അവരെ അധിക്ഷേപിക്കുന്ന ഈ രീതി ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ പാപ്പരത്വമാണ് തുറന്നു കാണിക്കുന്നത്. അതേസമയം യുവതലമുറയെ ജനപ്രതിനിധി എന്ന നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനുള്ള കോൺഗ്രസിന്റെ തീരുമാനത്തിനും അവർക്ക് ലഭിച്ച വൻ വിജയത്തിനും ലഭിച്ച അംഗീകാരം കൂടിയാണ് മിവ ജോളിയുടെ ഈ വിജയം. ഷഹബാസിന്റെ കുടുംബത്തിന്റെ സ്നേഹവും ഒരു കൂട്ടം ജനതയുടെ പിന്തുണയും ഏറ്റുവാങ്ങി മിവ ജോളി പുതിയ രാഷ്ട്രീയ പാതയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം ഒരിക്കലും വിസ്മരിക്കപ്പെടില്ല. ഷഹബാസിന്റെ ആത്മാവ് തീർച്ചയായും ഈ വിജയം കണ്ട് സന്തോഷിക്കുന്നുണ്ടാവും.